നമസ്കാരം. ചതയം നാളുകാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. ചതയം നാളുകാർക്ക് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എങ്കിലും ചതയം നാളുകാർ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്നല്ല എല്ലാ കാലത്തും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ദോഷശാന്തി വരുത്താൻ പറ്റും. ചതയം നാളുകാർ അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കുംഭൻ രാശിയുടെ അധിപനം ശനിയാണ്. അപ്പൊ ശനിയെ ആഗ്രഹത്തിന്റെ അധിഷ്ഠാന ദേവതയായ ശാസ്താവിനെയും നിങ്ങൾ എല്ലാ കാലത്തും ഭജിക്കുക. എല്ലാ കാലത്തും നിങ്ങൾ ശാസ്താവിനെ ഭജിക്കുക. എല്ലാ ശനിയാഴ്ചയും പറ്റുമെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിൽ പോവുക. ഒപ്പം തന്നെ ശാസ്താ മന്ത്രങ്ങൾ നിത്യവും നിങ്ങൾ ജപിക്കുക. മറക്കാതെ നിങ്ങളിത് കാണുക, ഇത് ചെയ്യുക. പിന്നെ ചതയം നക്ഷത്രത്തിന്റെ നാഥൻ എന്ന് പറയുന്ന രാഹുവാണ്. ആ ഗ്രഹത്തിന്റെ അധിഷ്ഠാന ദേവതകളെ, രാഹുവിന്റെ അധിഷ്ഠാന ദേവതകൾ എന്ന് പറയുന്നത് നാഗങ്ങളാണ്, ദുർഗയാണ്. അപ്പോൾ നാഗങ്ങളെ ദുർഗയെയും ആരാധിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ നാഗക്ഷേത്രത്തിൽ പോവുക. നാഗങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാഗക്ഷേത്രങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീടിനടുത്തുള്ള ദുർഗാക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ദുർഗയെ ഭജിക്കുക. ഒന്നുമില്ലെങ്കിൽ നാഗങ്ങളുടെ ഏതെങ്കിലും അധിഷ്ഠാന ദേവതയായ നാഗങ്ങളുടെ ഏതെങ്കിലും ഒരു മൂലമന്ത്രം ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് എടുത്തിട്ട് വ്രതാനുഷ്ഠാനത്തോടു കൂടി നിങ്ങൾക്ക് ജപിക്കാനോ പാരായണം ചെയ്യാനോ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് ചതയം നാളുകാർ മറക്കരുത്. പിന്നെ മാത്രമല്ല, നക്ഷത്ര ദേവത വരുണനെയാണ്. വരുണനെ മാത്രം മതിച്ചാൽ മതി ചതയം നക്ഷത്രക്കാർക്ക് എന്നൊരു പ്രമാണമുണ്ട്. ചതയം നക്ഷത്രക്കാർ വരുണനെ മാത്രം ജപിക്കാൻ നിങ്ങളുടെ സകല ദോഷവും മാറും എന്ന് പറയുന്നുണ്ട്. ഓം വരുണായ നമ എന്ന് ജപിക്കും. കാരണം ചതയം നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാവുന്നില്ല. അപ്പം ഓം വരുണായ നമ എന്നത് കഴിയുന്നിടത്തോളം ഈ മന്ത്രം നിങ്ങൾ ഉരുവിടുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന്. വിവിധ ദശാപകാരങ്ങളിൽ പിന്നെ നിങ്ങളുടെ ദശാകാലങ്ങൾ ശനിദശയോ വ്യാഴദശയോ ഒക്കെ നിങ്ങൾക്ക് മോശമാണോ നോക്കിയിട്ട് ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെ നിങ്ങൾ ഭജിക്കുക. ഇപ്രകാരം നിങ്ങളുടെ മാത്രമല്ല വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കുടുംബദേവത, ഇഷ്ടദേവത, ഗ്രാമദേവത. നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രം ഉണ്ടാവും, വീടിനോട് ചേർന്ന ഒരു ക്ഷേത്രം ഉണ്ടാവും, അതാണ് ഗ്രാമദേവത. ആ ദേവതയുടെ ഏത് ഉത്സവം വന്നാലും ഏത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കരുത്, നിങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഗ്രാമദേവത, നിങ്ങളുടെ ഇഷ്ടദേവത, നിങ്ങളുടെ അഞ്ചാം ഭാവം കണ്ടുപിടിച്ച് ഇഷ്ടദേവതയെ കണ്ടുപിടിക്കുക. ഗ്രഹനില എടുത്തു വെച്ച് ഇഷ്ടദേവതയെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ കുടുംബദേവത, അച്ഛൻ്റെയോ അമ്മയുടെ പരദേവതകൾ, ഇവരെയൊക്കെ സ്മരിക്കുകയും കഴിയുമെങ്കിൽ വർഷത്തിലൊരിക്കോ മാസത്തിലൊരിക്കോ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വരും, സംശയമില്ലാത്ത കാര്യമാണ്.